ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നും എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലുള്ളത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ആയിട്ടുള്ള വസ്തുക്കൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലമുടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സമയം. അപ്പം അതിനകത്ത് മുടി നന്നായിട്ട് വളരാൻ താല്പര്യമുള്ളവരാണ്, ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല മുടി വളരണം, ഉള്ളു വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈതോന്നി എന്ന് പറയും, കൈതോന്നിയിട്ടുള്ള എണ്ണയാണ് നീലിഭൃംഗാദിയിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കൈതോന്നിക്ക് തുല്യമായിട്ടുള്ള ഒരു ഇല നമ്മുടെ വീട്ടിലെ ചുറ്റുപാടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പണ്ടറിയത്തില്ല, ഇത് വള്ളിച്ചെടി പോലെ അങ്ങ് പോകുന്ന സാധനം. അപ്പം പണ്ട് കുറച്ച് ദൂരെ എറിയാറുള്ള പതിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഇതിനെ എടുത്തുകൊണ്ടൊക്കെ വന്ന്, പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ മുടി തെറ്റി പിന്നെ ഇടുന്ന ഒരു രീതി ഉണ്ടല്ലോ, രണ്ട് സൈഡിൽ നമ്മൾ കൊമ്പൊക്കെ കെട്ടി പോകുമല്ലോ. അപ്പം ഇതേപോലെ എന്ത് ചെയ്യും, ഇതിനെ മുടിയുടെ ഇടയിൽ ഇങ്ങനെ വെച്ച് കെട്ടും രാത്രി കിടക്കുമ്പോഴത്തേക്കും. എനിക്ക് എന്താണ് സംഗതി, ഇത് എന്തിനാണ് എന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പിന്നെയാണ് ഈ മുടി നല്ല ഉള്ളായിട്ട് വളരാനും ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ മുടി വളരുമെന്നാണ് പറയുന്നത്. എൻ്റെ പേരാണ് ഉഴിഞ്ഞിച്ചെടി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പറമ്പൊക്കെ മാക്സിമം ഉള്ളവരാണ് എങ്കിൽ ഈ ചെടി എന്തായാലും അവിടെ കാണും, എല്ലാ സ്ഥലത്തും കാണാം. പിന്നെ പറമ്പൊന്നും ഇല്ലെങ്കിൽ അങ്ങാടി കടയിൽ പോയിട്ട് ഉഴിഞ്ഞിച്ചെടി വേണമെന്ന് പറഞ്ഞിരുന്നാലും അവരെടുത്ത് വെച്ചിട്ട് നമുക്ക് തരും. കൂടിപ്പോയി ഒരു 25 രൂപ അങ്ങനെ മേടിക്കത്തുള്ളൂ ഉഴിഞ്ഞ്. അപ്പം നമ്മൾ ഈ റോസ്മേരി ഓയിൽ എന്തൊരു ഇടയ്ക്കൊക്കെ വന്നല്ലോ, അതൊക്കെ എനിക്കറിയത്തില്ല, അതും ബെറ്റർ ആയിരിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് മുടി വളരുന്ന ഒരു ഇലയാണ് ഇത്. ഞാനത് പറിച്ചു വെച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൽ ഇച്ചിരി വാടിപ്പോയിട്ടുണ്ട്, കാണാവോ? ഓക്കെ, ഇതാണ് ഉഴിഞ്ഞ. ഇതിൻ്റെ വള്ളിയുണ്ടോ, ഇതിലിപ്പോൾ ഞാൻ കാണിക്ക് ഇത്രയും ചുറ്റിയപ്പോൾ കാണിച്ചു തരാം. ഇത്രയുണ്ട്. ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടി പടന്ന് പന്തലിച്ചാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിനൊരു കായുണ്ട്. കായ ഉണ്ടോ നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാണാമല്ലോ അല്ലേ? ഇതെല്ലാം വള്ളിയാണ്. ഇതിനെ പണ്ടുള്ളവർ പറയുന്നത് സീതത്താളി എന്നതാണ് പറയും. അതിൻ്റെ പോലെ ഒരു വർക്കത്തിലുള്ള ഒന്നാണ് പറയുന്നത്. ഇതിനെ ചിലർ പറയാറുണ്ട് സീതാദേവിയുടെ തലമുടിയാണ് എന്നിങ്ങനെ പറയും. അത്രയും നീളമുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ നമ്മളെ ദശപുഷ്പങ്ങൾ ഉണ്ടല്ലോ, തിരുവാതിരയൊക്കെ കളിക്കുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ദശപുഷ്പങ്ങൾ ഇങ്ങനെ പൂക്കൾ തലയിൽ ചൂടിയാണ് തിരുവാതിര കളിക്കുന്ന ഒരു പതിവുള്ളത്. അപ്പം ആ ടൈമിൽ ഇത് ഏതോ ഒരു ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്ത്രീകൾ ചൂടുന്നത്. എനിക്ക് ആരും അറിയില്ല, ഇന്ദ്രദേവനോ ആരോ ആണ്, വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ തലമുടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദീർഘായുസ് എന്നാണ് പണ്ടുള്ളവർ പറയാറ്. ഇതിൻ്റെ മണം അടിച്ചാൽ മുടി വളരും എന്നുള്ള രീതി. അപ്പം എൻ്റെ ഒരനുഭവം വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് കുത്തനങ്ങനെ കിടക്കുന്ന മുടിയൊന്നുമില്ല, എന്നാൽ ആവറേജ് മുടി ഉണ്ടായിരുന്നു. ഞാൻ മുടി ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട് ഷോർട്ട് അടിച്ച് വെട്ടി കളഞ്ഞില്ല. പക്ഷേ ഇത് തേച്ച് എപ്പോഴും വന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് പൊതുവേ പറഞ്ഞേക്കാം ഇലച്ചെടികൾ എന്ത് നമ്മൾ തല തേച്ചാലും പേര് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പേൻ കളയോ എന്തെങ്കിലും ചെയ്യാനും മെഡിക്കൽ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് നമുക്കിത് അരച്ച് തലയിൽ തേക്കാൻ പറ്റും. സൈനസ് ഉള്ളവർ അധിക സമയം വെച്ചേക്കരുത്. മാക്സിമം കുറച്ച് ടൈം മാത്രം വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇതിൻ്റെ തലയിൽ തേക്കുമ്പോൾ എല്ലാം എടുക്കാൻ പറ്റും. കായ എടുക്കാം, വള്ളി എടുക്കാം, എല്ലാം നമുക്ക് ചതച്ചിടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ആ കൊത്തോടുകൂടി വേണമെങ്കിലും തേക്കാം. അതല്ല അതിനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം തേച്ചാൽ മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് തേച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഉഴിഞ്ഞ എന്നാണ്. ഒരു വല്ലാത്തൊരു ഈച്ചിരി പോലുള്ളൊരു മണമാണ് വരുന്നത്. അപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നങ്ങനെയല്ല ഞാൻ പറയുന്നത്. മുടി വളരും എന്നത്തതിനെ നമുക്കിപ്പം ഒരു മാസത്തിൽ ഒരു ഇച്ചിരി ഇതായിട്ട് ബൾക്കി ആയിട്ടാണ് മുടി ഒഴിഞ്ഞു പോകുന്നതെങ്കിൽ അതിൻ്റെ ഇത് കുറയും. അത് കുറച്ച് നന്നായിട്ട് കുറഞ്ഞ് നല്ല കുറച്ച് ആയിട്ട് പിന്നെ വരും. പക്ഷേ മുടിക്ക് ഇവിടെ കുഞ്ഞു മുടികളൊക്കെ വളരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് കുറച്ച് നാൾ യൂസ് ചെയ്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യും, സമയം കിട്ടാതെ വരുമ്പം അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തോ ഒരു കാര്യത്തിൽ പോയപ്പം കുഴിക്കാൻ കണ്ടപ്പോഴേ ഇത് എനിക്കിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ച് വെച്ച സാധനമാണ്. അപ്പോഴാണ് ഇതെടുത്ത് യൂസ്ഫുള്ളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പം ഉഴിഞ്ഞിച്ചെടി ബെസ്റ്റ് ഐറ്റമാണ്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റ്, നമ്മൾ കെമിക്കലായിട്ടുള്ള ഷാമ്പൂസൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉഴിഞ്ഞയുടെ ഒരു പടം ചിലപ്പോൾ വെച്ചിരിക്കും. അതിൽ എത്ര ഉഴിയാൻ കിട്ടാനാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ച് വെയിലത്തൊക്കെ വെച്ച് പൊടിച്ച് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ടൈം ഉള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ല പെട്ടെന്ന് അതിനൊന്നും സമയം ഇല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് എടുത്തൊന്നും നമ്മൾ താളിയൊക്കെ അടിച്ച് തേക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ സൈനസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറച്ച് ടൈം കൂടുതലൊന്നും വെക്കരുത്. കുറച്ച് സമയം വെച്ചിട്ട് വാഷ് ചെയ്ത് ഒഴുകുന്നത് കളയുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് ഉഴിഞ്ഞ. ഈ ഉഴിഞ്ഞയെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ ഇട്ടെ. അപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിൽ മാക്സിമം വെട്ടി കളയാതിരിക്കുക. ഇതിൻ്റെ ഈ ഒരു
കായ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കുരു പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ പണ്ടത്തെ നമ്മുടെ ചുടക്കെന്നൊക്കെ പറയും, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വയ്ക്കും. അപ്പം അതുപോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പൊട്ടിക്കാൻ പറ്റും. ഇത് നമ്മൾ ചെപ്പി പൊട്ടിക്കുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട്. ഈ കുരുവിനെയാണ് നമ്മളിട്ടത് പൊടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ പൊടിപ്പിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനെ ഉണക്കി വെച്ച് അതെടുത്ത് പൊടിപ്പിക്കാനായിട്ട് പറ്റും. അതെല്ലാം ഇത് വെളിയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയെടുത്തുകൊണ്ട് വന്ന് അടിച്ച് നന്നായിട്ട് തലമുടി തേച്ച് കുളിച്ചാൽ മതി. ഡെയിലി തേക്കാൻ നിൽക്കേണ്ട, ഒരു 3 ദിവസം കൂടുമ്പോഴെങ്ങാനും ഇത് തേച്ച് കഴിയാതെയും മതി. ഇത് തേക്കുമ്പോഴത്തേക്കും നമ്മുടെ താളി അടിക്കുന്ന പോലെ ഒരു ഓയിൽ എഫക്റ്റ് ഇതിൽ വരും കേട്ടോ. കുറച്ച് ബൾക്കായിട്ട് എടുത്ത് വെച്ച് ഇടിക്കുമ്പോഴത്തേക്ക് ഒരു എണ്ണമയം പോലും നമുക്ക് തോന്നില്ല. ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇത് കുറച്ച് ടൈം നന്നായിട്ട് തേച്ച് കഴുകി ഇളക്കി കളയാം. പിന്നെ ഇതിനെ കാട്ടി വേറൊരു കാര്യം കൂടിയുണ്ട്. നൈറ്റ് കിടന്നുറങ്ങുമ്പോൾ പണ്ടുള്ളവർ ഇതിൻ്റെ ഒരു ഇല ഇങ്ങനെ ഇത് പിച്ചെടുത്തിട്ട് മുടി പിന്നിയിട്ട് ദേഹത്ത് വെച്ച് എൻ്റെ അമ്മ പണ്ട് അങ്ങനെ ചെയ്യാറ്. പിന്നെ കെട്ടി നമ്മളെ കടത്തി ഉറക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മുടി വളരുമെന്നാണ് പണ്ട് എൻ്റെ ആൾക്കാരുടെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പം അത് ശരിയാണ്, ചെറിയതായിട്ട് മുടി വളരും. അതെന്താണ് അതിൽ പറഞ്ഞൊരു മാജിക് എഫക്റ്റ് എന്ന് എനിക്കും അറിയത്തില്ല. നമ്മൾ ഇതിൻ്റെ ഒരു വള്ളി പോലെ നമ്മുടെ മുടി പോവും. എന്നുവെച്ചാൽ ഇങ്ങനെ നീളത്തിൽ മുടി വളർന്നിറങ്ങുന്നൊരു രീതി ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പണ്ടുള്ള അങ്ങാടി കടകളിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ, അവരൊക്കെ വൈദ്യന്മാരായിട്ടുള്ളവർക്കൊക്കെ സ്ഥിരം അറിയാവുന്ന സാധനമാണ് ഉഴിഞ്ഞാന്ന് വെച്ചാൽ. ഇന്നത്തെ നമ്മൾ ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഹെയർ ഓയിലിലും ഇച്ചിരി ബെസ്റ്റായിട്ടുള്ള ഹെയർ ഓയിലൊക്കെ ഈ ഉണ്ടാക്കുന്നവരായിട്ടൊക്കെ കാണിക്കുമല്ലോ, ചില വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിൽ കൂടുതലായിട്ടും ഉഴിഞ്ഞയുടെ ഇത് വരാറുണ്ട്. അപ്പം ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ പറയാനായിട്ടാണ് വന്നത്.